ഹലോ. അപ്പോൾ എല്ലാവരും സെറ്റല്ലേ? ഇങ്ങനൊരു ബോർഡ് ഉണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ഓർഗാനിക് ഹെന്ന. ഓർഗാനിക് ഹെന്ന കോൺ തന്നെ ഞാൻ എടുത്ത് പറയാൻ കാരണം ഇത് നമ്മളുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോണുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതിൻ്റെ അതിൻ്റെ പോയിൻ്റ് കണ്ടാലറിയാം, വളരെ ഇൻട്രിക്കേറ്റ്, വളരെ ചെറിയ ഡിസൈൻസും ലൈൻസും ഒക്കെ നമുക്ക് വൃത്തിയിലിടണമെങ്കിൽ ഓർഗാനിക് ഹെന്ന കോൺ തന്നെ യൂസ് ചെയ്യണം. അത് നമ്മൾ പെട്ടെന്ന് മാറുന്ന സമയത്ത് നമുക്ക് നല്ലോണം മനസ്സിലാവും ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത്. നമ്മളൊരു ഹാൻഡ് റൈറ്റിംഗ് ഒരു ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു നല്ല പെന്ന് യൂസ് ചെയ്യണ്ടേ. അതേപോലെ തന്നെ നമ്മളുടെ മൈലാഞ്ചിയും അടിപൊളി ഒരു പെർഫെക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ ബെറ്റർ കോൺ എന്തായാലും യൂസ് ചെയ്യണം. സോ നമുക്ക് നമ്മളെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മളെ ഡേ 1 ഓഫ് മെഹന്തി ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന എന്താണ്? ബേസിക് ബ്രൈഡൽ എലമെൻറ്റ്സ് ആണ്. ദാറ്റ് ഈസ് ബേസിക് മെഹന്തി എലമെൻറ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അത് ബേസിക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പം ഒരു 5, 6, 7 എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് 2 എലമെൻറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് ദ ലൈൻ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ടച്ച് ചെയ്ത് പിന്നെ എങ്ങനെ ചെയ്യണം നോക്കിയാൽ മനസ്സിലാവും. ലൈൻ നമ്മൾ ഡ്രേപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വെക്കുക, എന്നിട്ട് അത് വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വരച്ച പോലെ ഇംപെർഫെക്റ്റ് ഡിസൈനാണ് നമുക്ക് കിട്ടുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്ത് എന്ത് ചെയ്യുക? ഡ്രാഗ് ചെയ്യാം. അപ്പം ടച്ച് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല നീറ്റ് ലൈൻസ് കിട്ടുന്നുണ്ട്. ഇത് പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ പാരലൽ ലൈൻസ് വൃത്തിയിൽ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പേസ് അത് എന്താവണം? ഈക്വൽ ആവണം. അപ്പം അത് ഈക്വൽ ആവാൻ നമുക്കൊരു ട്രിക്ക് ഉണ്ട്. അതെന്താ? ജസ്റ്റ് താഴെ 3 ഡോട്ട് വരച്ചു കൊടുത്ത് അതിൻ്റെ മേലെ കൂടി ട്രേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും എന്താവും? സെറ്റാവും. അപ്പം ഇത് കുറച്ച് വിടുത്ത് കൂടിയതാണ്. നിങ്ങൾക്ക് വിടുത്ത് കുറഞ്ഞിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ ആ ഡോട്ട് ഇടുന്ന സമയത്ത് കുറച്ചും കൂടി അടുത്തിട്ടിട്ട് അതിൻ്റെ മേലെ കൂടി വരച്ചിട്ടുണ്ടെങ്കിൽ അതും എന്തായി? സെറ്റായി. സോ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് സിംഗിൾ ലൈൻസ് ആണ്. ദാറ്റ് ഇസ് തിൻ ലൈൻസ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് തിക്ക് ലൈൻസ്. ദാറ്റ് ഇസ് കുറച്ചും കൂടിയും കട്ടിയുള്ള ലൈൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കത് ബി കാറ്റഗറിയിൽ കൊടുക്കാം, ഫസ്റ്റ് എ കാറ്റഗറിയിൽ കൊടുക്കാം. അപ്പം ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു ലൈൻ നമ്മൾ വരയ്ക്കാൻ പഠിച്ചു, അതിൻ്റെ മേലെ ഇങ്ങനെ കട്ടി കൂട്ടുക അല്ലേ. അപ്പോൾ എന്തായി? ഒരു ഭംഗിയില്ലാത്ത വര കിട്ടി. അപ്പോൾ അത് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് എന്താണ്? പെർഫെക്ഷനാണ്. അപ്പം അതിന് നമ്മൾ വേണ്ടി ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ പഠിച്ച ലൈൻ വരയ്ക്കുക, താഴെയും അതേപോലെ തന്നെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഫില്ല് ചെയ്യുമ്പം നീറ്റിൽ കിട്ടാൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ മേലുള്ള ലൈനിലോട്ടും താഴെയുള്ള ലൈനിലോട്ടും താഴോട്ടേക്ക് എന്ത് ചെയ്യരുത്? ഫില്ല് ചെയ്യരുത്. അപ്പം ആ ഫില്ല് ചെയ്ത ലൈനിൽ താഴെ കുറച്ചും കൂടി ലൈൻസ് നമ്മൾ വരച്ച് പിന്നെയും ഒരു തിക്ക് ലൈൻ വെച്ച് ആ ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്ക് ഹൗ പെർഫെക്റ്റ് ഇറ്റ് ഇസ് അല്ലേ. നല്ല ഭംഗിയുള്ള തിക്ക് ആൻഡ് തിൻ ലൈൻസ് നമുക്ക് എന്ത് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി സി കാറ്റഗറിയിൽ വരുന്നതാണ് കർവ്ഡ് ലൈൻ. ദറ്റ് ഈസ് വളഞ്ഞിട്ടുള്ള, നമ്മൾ അറേബ്യൻ ഡിസൈൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വൈൻസൊക്കെ വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ വളഞ്ഞിട്ടുള്ള ലൈൻ വരയ്ക്കും. അതും ഇങ്ങനെ ഡ്രേപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് ജസ്റ്റ് നമ്മൾ കോണ് നമുക്ക് എങ്ങോട്ടാണോ കൊണ്ടുപോകേണ്ടത് അതിൻ്റെ ഡിറക്ഷനിലോട്ട് പോയാൽ മതി. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. അത് നമുക്ക് ഫസ്റ്റ് ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടി വരച്ചാലും ഇറ്റ് ഇസ് ഓക്കെ. അപ്പോൾ ഇതാണ് കർവ്ഡ് ലൈൻ. മെയിനായിട്ടും അറബിക് ഡിസൈൻസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈൻ സെറ്റല്ലേ? അപ്പം ലൈൻസൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി ലൈൻസ് നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ലൈൻസ് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ബോക്സസ്, ഗ്രിഡ്സ് ഒക്കെ വരയ്ക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ബോക്സ് ഇങ്ങനെ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. ഒരു ബോക്സ്, അതിൻ്റെ ഉള്ളിലൊരു ബോക്സ്, അതിൻ്റെ ഉള്ളിലൊരു ബോക്സ്. അതേപോലെ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനാണ് പഠിച്ചത്. അതേപോലെ തന്നെ വളഞ്ഞിട്ടുള്ള ലൈൻസും വരയ്ക്കാം, അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഉള്ളതും വരയ്ക്കാം. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് പല ടൈപ്പിലുള്ള ലൈൻസും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വെക്കാം. അപ്പോൾ ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് എന്തായിരിക്കണം? അത് പെർഫെക്റ്റ് ലൈൻ ആയിരിക്കണം. അത് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഇങ്ങനെ കോണിൻ്റെ പ്രഷർ ഇങ്ങനെ കൂടി വന്ന് ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കരുത്. അതേപോലെ തന്നെ വേർട്ടിക്കൽ ലൈൻസും ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പം ഗ്രിഡ്സ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ബോക്സ് കുറേ വരയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു ബോക്സ് വരച്ചിട്ട് അതിങ്ങനെ ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആക്കാം. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഇസ് ദ ഹംസ്. ഹംസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹംസ് നീറ്റായാൽ നമ്മളുടെ നീറ്റായി ഡിസൈനും നീറ്റാവുള്ളൂ. നാ പോലെയാണ് ഹംസ് ഉണ്ടാവുക. ഹംസ് ലൈനിൻ്റെ മേലെ, സർക്കിളിൻ്റെ മേലെ, ഡോട്ടിൻ്റെ മേലെ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഇത് നമ്മൾ ചെറുതായിട്ടും വരയ്ക്കും, ഇങ്ങനെ ലെങ്തിയർ വേർഷനായിട്ടും വരയ്ക്കും. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ലെങ്തിയർ വേർഷൻ. ദാറ്റ് ഈസ് ഓരോ നാവും ഷുഡ് ബി ഈക്വൽ ടു അതർ നാ. അല്ലെങ്കിൽ എന്താവും? ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് ആവും. മേലെ ഇങ്ങനെ